ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അബ്ജോസ് വേൾഡിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വാഹനം നിങ്ങൾക്ക് കാണിക്കുന്ന വാഹനം എൻ്റെ സ്വന്തം വണ്ടി, ഞാൻ ഇതുവരെ ഉപയോഗിച്ച എൻ്റെ സ്വന്തം വണ്ടിയാണ്. നമ്മുടെ XUV 500. ഇത് ഒരു ഇന്ത്യൻ ലക്ഷറി കാറാണ്. ഇന്ത്യയുടെ തന്നെ ലക്ഷറി അല്ല കേട്ടോ, പൊതുവെ ഒരു ലക്ഷറി കാറാണ് നമ്മുടെ XUV 500. നമ്മുടെ മഹീന്ദ്രയുടെ നല്ല കിടിലൻ പെർഫോമൻസ് ആണ് ഈ ഒരു വണ്ടി. നല്ലൊരു ഹെവി 7 സീറ്റർ വാഹനമാണ്. ഇതിപ്പോൾ ഞാൻ എടുത്തിട്ട് 2 വർഷം ഏകദേശം ആകാറായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഞാൻ യൂസ് ചെയ്ത വണ്ടി ഇതായിരിക്കും. അതിന് മുന്നേ എനിക്ക് ചെറുവണ്ടി ഉണ്ടായി, പിന്നെ ബൊലേറോ ഒക്കെ ഉണ്ടായി. അത് കൊടുത്ത് അതിന് ശേഷം എടുത്ത വണ്ടിയാണ് ഈ ഒരു XUV 500. പിന്നെ മറ്റ് ചെറുവണ്ടികളൊക്കെ ഉണ്ട്, അതൊക്കെ സൈഡായിട്ട് ഉപയോഗിക്കുന്നത്. പക്ഷെ ഇതൊരു ലക്ഷറി വണ്ടിയായിട്ട് തന്നെ നമുക്ക് കൊണ്ടുനടക്കുന്ന വണ്ടിയാണ് നമ്മുടെ XUV 500. അപ്പം മച്ചാമാരെ, ഇതിപ്പോ പറയുകയാണെന്നുണ്ടെങ്കിൽ 2016 മോഡൽ വണ്ടിയാണ്. സെക്കൻഡ് ഓണറാണ്, ഞാനാണ് സെക്കൻഡ് ഓണർ. 1,10,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 1,00,000 കമ്പനി സർവീസ് ഉണ്ട്. പിന്നെ ഇൻഷുറൻസ് ഒക്കെ പുതിയതാണ്, കംപ്ലൈന്റ് കാര്യമൊന്നുമില്ല. പിന്നെ 4 പുത്തൻ ടയർ കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. W6 ആണ് വന്നത്. W6 എന്ന് പറയുമ്പോൾ ഓൾറെഡി XUVക്ക് നോർമൽ ടയർ ആയിരിക്കും, അലോയ് ഉണ്ടാവില്ല, ഡ്രം വീലുകളായിരിക്കുള്ളൂ. അപ്പൊ അത് മാറ്റി ആഫ്റ്റർ മാർക്കറ്റ് ഒരു കിടിലൻ അലോയും നല്ല ടയർ, വില കൂടിയ നല്ല 4 ടയറും കയറ്റിയിട്ടുണ്ട്, വലിപ്പമുണ്ട്. പിന്നെ സ്പെഷ്യലി ഞാൻ ഇതൊക്കെ ഡീക്രോം ചെയ്തതാണ്, ഇത് ബ്ലാക്ക് ആക്കി. പിന്നെ റൂഫ് ടോപ്പ് ഒരു സൺ റൂഫിന്റെ സാധനം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ജസ്റ്റ് കാണുമ്പോൾ ഭംഗി കൂടാൻ വേണ്ടി. ഇതൊന്നും ബ്ലാക്ക് ആക്കിയിട്ടുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. എന്താ പറയാ, നല്ല രീതിയിൽ വണ്ടിപ്രാന്തന്മാർക്ക് എടുക്കാൻ പറ്റാവുന്ന വണ്ടിയാണ് നമ്മുടെ XUV 500. അപ്പൊ എനിക്ക് ഏറ്റവും കൂടുതൽ ഈ ഒരു വണ്ടി ആദ്യം എടുത്തതിന് ശേഷം മോഡൽ മാറ്റിയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പൊ ഇതിപ്പോ കൊടുക്കാൻ പോണ വണ്ടിയാണ്. എന്താന്ന് വെച്ചാൽ നല്ലൊരു അപ്ഡേഷൻ, ഒരു BM Benz ഒക്കെയാണ് ഞാൻ നോക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു വാഹനം കൊടുക്കുന്നത്. ഇതും ചെറിയൊരു ഓഫർ പ്രൈസ് പോലെ ഇപ്പോഴത്തെ മാർക്കറ്റ് റേറ്റ് അനുസരിച്ച് കുറച്ച് റേറ്റ് കുറവിലാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ട കാണുക, ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ്. റണ്ണിങ് കണ്ടീഷൻ, അതുപോലെ തന്നെ എഞ്ചിൻ ഭാഗം, മറ്റ് എല്ലാ വിവരങ്ങളും ഞാൻ കറക്റ്റായിട്ട് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ മച്ചാമാരെ, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പരമാവധി ഇതെല്ലാവരിലേക്ക് എത്തിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് ആർക്കെങ്കിലും ഒരു ഹെവി 7 സീറ്റ് വേണമെന്നുണ്ടെങ്കിൽ നല്ലൊരു രീതിയിൽ നെഗോഷ്യബിൾ ഒക്കെ ആയിട്ട് ഒരു കാറ് ഞാൻ തരാട്ടോ നിങ്ങൾക്ക് വേണ്ടി. ഞാൻ ഉപയോഗിച്ച വണ്ടിയാണ്, അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എനിക്കറിയാം, ഞാൻ നല്ലൊരു വണ്ടി പ്രാന്തനാണ്. പിന്നെ ഞാൻ നല്ലോണം അന്വേഷിച്ച് നടന്ന് കണ്ടെത്തിയ വണ്ടി തന്നെയാണ് W6 2016 XUV 500. ഇത് ടൈപ്പ് 2 ആണ് കേട്ടോ. ഇതിന്റെ ഫ്രണ്ട് ഗ്രില്ല് ടൈപ്പ് 1 അല്ല, ടൈപ്പ് 1 വേറൊരു ഗ്രില്ലായിരിക്കും. ടൈപ്പ് 2 ലക്ഷറി ആയിട്ട് വരും. ഈ ഒരു DR നമുക്ക് ഓഫ് ചെയ്തിടാം, എപ്പോഴും കത്തിച്ചിടാം. പിന്നെ ഇതൊക്കെ എക്സ്ട്രാ വരും. പിന്നെ ഈ സൈഡിലെ ലൈറ്റ് എപ്പോഴും കോർണർ വളക്കുമ്പോൾ അതൊക്കെ ഓൺ ആവും. ഇതൊക്കെ നല്ലൊരു ഫീച്ചേഴ്സ് ആണ്, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞുതരാം. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ട കാണുക. നമുക്ക് ഏതായാലും റണ്ണിങ്, എഞ്ചിൻ എല്ലാം സൂപ്പർ ആയിട്ട് തന്നെ നമുക്ക് കാണാം. ഗൈസ്, അപ്പോൾ ഇതാണ് XUV 500 2016 മോഡൽ വണ്ടി. എൻ്റെ സ്വന്തം വണ്ടി, ഞാൻ പൊന്നുപോലെ ഉപയോഗിച്ചിരുന്ന വണ്ടിയാണ്. ഞാനാണ് സെക്കൻഡ് ഓണർ. അപ്പോൾ ഞാൻ എടുത്തിട്ട് ഏകദേശം ഒരു 2 വർഷമൊക്കെ ആയിട്ടുണ്ടാവും. 3006 KL 67 3006 കോട്ടയം രജിസ്ട്രേഷൻ ആണ്, ഫാൻസി നമ്പറാണ്. ഇതിപ്പോൾ DR ഞാൻ ഉള്ളിൽ ഓൺ ചെയ്തിട്ടേക്കുന്നുണ്ട്, കത്തി കിടക്കുന്നുണ്ട്. ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയാണ് DR ഓൺ ചെയ്തിട്ടേക്കുന്നത്. പിന്നെ അത് നല്ലൊരു കിടിലൻ അലോയി ടയർ, ഒന്നും പറയാനല്ല, നല്ല ടയർ തന്നെയാണ്. അലോയും കുഴപ്പമൊന്നുമില്ല. അലോയൊക്കെ നല്ല വില കൂടിയ അലോയാണ്. ഈ അലോയ് മാത്രം ഒരുപാട് പേര് ഇഷ്ടപ്പെട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു, അലോയ് എങ്ങനെയുണ്ട്, എത്ര റേറ്റ് കാര്യങ്ങളൊക്കെ. അതിപ്പോൾ 45 രൂപ, 50 രൂപ, 45 രൂപ, 40 രൂപയൊക്കെ അലോയ്ക്ക് മാത്രം വരും. ടയറിനും അതുപോലെ തന്നെ റേറ്റ് ഉണ്ട്, ടയറിന് നല്ല റേറ്റുള്ള ടയറാണ്. അപ്പോൾ പിന്നെ സ്പെഷ്യലി എടുത്ത് പറയാനുള്ളത് റിവേഴ്സ് ക്യാം, സെൻസർ എല്ലാം അടങ്ങുന്നുണ്ട്. അത് പിന്നെ ഇത്ര ഹെവി ആയിട്ടുള്ള ലക്ഷറി വണ്ടിക്ക് എല്ലാം അടങ്ങും. ബാക്ക് വൈപ്പർ ഉണ്ട്. മഹീന്ദ്ര XUV 500 W6 ആണ്. W8 ആണ് നോർമലി ഏറ്റവും ടോപ്പ് എൻഡ് ആയിട്ട് വന്നത്. പിന്നെയുള്ള W10 ഒക്കെ ഉണ്ട്, 1110. അതിന് സൺറൂഫ്, ഓട്ടോമാറ്റിക് അങ്ങനെയൊക്കെ വരുന്നുണ്ട്. പക്ഷെ എല്ലാവരും നോർമലി W8 നോക്കുന്നത്. 8 എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി അലോയ്, കമ്പനി കൊടുക്കുന്ന അലോയ് ഉണ്ടാവും. പിന്നെ ഒരു ട്രാൻസാക്ഷൻ സ്വിച്ച് ഉണ്ടാവും എക്സ്ട്രാ, അത് മാത്രമേ ഉള്ളൂ W6 ഇല്ലാത്തത്. പക്ഷെ ഞാനത് ആഫ്റ്റർ മാർക്കറ്റ് അലോയും ടയറും കയറ്റിയിട്ടുണ്ട്, വണ്ടിയുടെ ലുക്ക് കൂടാൻ വേണ്ടി. പിന്നെ സ്പെഷ്യലി എടുത്ത് പറയേണ്ടത് ബാക്കിയെല്ലാം ഓക്കെ തന്നെയാണ്. ഇത് ടൈപ്പ് 1നും 2നൊക്കെ ഈ ഒരു ബാക്ക് സെയിം തന്നെയാണ്. പിന്നെ നമ്മുടെ ലോഗോ ഇവിടെ അടിച്ചിട്ടുണ്ട്, അബ്ജോ എന്നുള്ളത്. ഇത്ര നാൾ യൂസ് ചെയ്ത വണ്ടി ആയതുകൊണ്ട് തന്നെ നമ്മുടെ പേര് കാര്യങ്ങളൊക്കെ വണ്ടിയിൽ തന്നെ അടിച്ചിട്ടുണ്ട്. ഈ ഒരു വണ്ടിക്കാണ് നമ്മുടെ യൂട്യൂബ് പരമായും പ്രൊമോഷൻ കാര്യങ്ങൾക്കെല്ലാം പോയിക്കൊണ്ടിരുന്നത്. പിന്നെ ഇന്റീരിയർ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ സ്പെഷ്യലി എടുത്ത് പറയേണ്ടത്, എല്ലാ വണ്ടിയിലും കാണുന്ന പോലെ തന്നെ കമ്പനി കൊടുക്കണ പക്കാ സീറ്റുകളൊക്കെ തന്നെയാണ്, വലിയ കുഴപ്പമൊന്നുമില്ല. നല്ലൊരു 7 സീറ്റർ വണ്ടിയാണ്. 80 പേർക്കും നല്ല രീതിയിൽ തന്നെ യാത്ര ചെയ്യാൻ പറ്റും. പിന്നെ വരുന്നത് ഡിസ്പ്ലേ, ടൈപ്പ് 2ന് ഡിസ്പ്ലേ വലുതായിരിക്കും. ടൈപ്പ് W6 ആയാലും ടൈപ്പ് 2ന് ഡിസ്പ്ലേ വലുതായിരിക്കും.
ബ്ലൂടൂത്ത് എല്ലാം അടങ്ങുന്ന പക്ക ഡിസ്പ്ലേ ആണ്. ടൈപ്പ് 1-നായിരിക്കും, W8-ന് വലുതായിരിക്കും, ചെറുതിന് 6-ന് ഭയങ്കര ചെറുതായിരിക്കും. പിന്നെ എല്ലാ കൺട്രോൾ സ്വിച്ച് കാര്യങ്ങളെല്ലാം ഉണ്ട്, സ്റ്റീറിംഗ് കൺട്രോൾ സ്വിച്ച് കാര്യങ്ങളെല്ലാം അടങ്ങുന്നുണ്ട്. പിന്നെ പുഷ് ബട്ടൺ സ്റ്റാർട്ട് അല്ല, മറ്റേ സാധാ കീ ഇട്ട് തിരിക്കുന്നതാണ്. പിന്നെ ഗിയർ ലിവർ എല്ലാം, സെൻട്രൽ കൺസോള്, അതുപോലെ തന്നെ ആംറെസ്റ്റ് എല്ലാം ഓക്കെയാണ്. സീറ്റ് കമ്പനി കൊടുക്കുന്ന സീറ്റ് കാര്യങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ പക്ക അഡ്ജസ്റ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും ഇതിനകത്ത്. ഈ ഒരു ലിവർ പൊക്കിയാൽ സീറ്റ് പൊക്കൽ, താഴി, ഹൈഡ്രോളിക് ആണ്, എല്ലാം പക്കയാണ്. പിന്നെ അത് ലിവർ റിവേഴ്സ് ഗിയർ ഇടുന്നത് ഇത് കണ്ട, ഈ ഒരു ലിവർ പിടിച്ച് പൊക്കിയിട്ട് അങ്ങാടി കഴിഞ്ഞിട്ട് ഫ്രണ്ടിലേക്കാണ്. അതൊരു വെറൈറ്റി ആണ്. മറ്റ് ഗൾഫ് വണ്ടിക്കും വേറെ വണ്ടിക്കൊക്കെ ഉണ്ട്, മഹീന്ദ്രക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ ഓട്ടോ വൈപ്പർ, ഓട്ടോ ലൈറ്റ്, ഓട്ടോ മിറർ അതൊക്കെ ഉണ്ട്. പിന്നെ AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോസ് എല്ലാം അടങ്ങുന്ന വണ്ടിയാണ്. നല്ല സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ഈ ഒരു സീറ്റ് ബാക്ക് തിരിച്ച് മൊത്തമൊക്കെ തിരിച്ചിട്ട് ലോഡിംഗ് ആയിട്ടും സാധനങ്ങളൊക്കെ കൊണ്ടുപോകാൻ ഉപയോഗിക്കാം. പക്ക സ്പേസ് ആയിട്ടുള്ള നല്ല കിടിലൻ വണ്ടി തന്നെയാണ് നമ്മുടെ XUV 500. പിന്നെ ചവിട്ടി കയറാൻ ഒരു പടിയുണ്ട്. അപ്പോൾ ഹൈറ്റ് എവിടെ ചെന്ന് കയറ്റിയിട്ടാലും ഹൈറ്റ് ഉള്ളവർക്കും നല്ല രീതിയിൽ തന്നെ കയറി പോകാൻ പറ്റും. പിന്നെ ഇതേ ടയർ അത്യാവശ്യം നല്ല ടയർ തന്നെയാണ്, അധികം ഓടിയിട്ടൊന്നുമില്ല. പിന്നെ DRL കാര്യങ്ങളെല്ലാം ഓക്കെ. പിന്നെ ഞാൻ പറഞ്ഞായിരുന്നു സ്പെഷ്യലി ഇവിടെ ഒരു ബൾബുള്ള കാര്യം, അത് നമ്മൾ രാത്രി കാലങ്ങളിൽ സ്റ്റേറ്റ് റോഡ് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നല്ലൊരു വളവൊക്കെ വന്നു കഴിഞ്ഞാൽ, ഫോറസ്റ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ വളവ് വളക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി ലൈറ്റ് ഓൺ ആക്കിയിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ലൈറ്റ് കത്തും. ഈ ഒരു സൈഡ് ഫുള്ളായിട്ട് പക്കയായിട്ട് കാണാൻ പറ്റും. അപ്പം അതുകൊണ്ടാണ് ഈ ഒരു ലൈറ്റ് വളരെ പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത്. പിന്നെ മച്ചാമാരെ സ്പെഷ്യലി എടുത്ത് പറയേണ്ടത്, ഞാൻ കുറച്ച് ഡീക്രോം ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇത് ഡീക്രോം ചെയ്തതാണ്. പിന്നെ ഒരു ഗ്രില്ല് ഡീക്രോം ചെയ്തിട്ടുണ്ട്. പിന്നെ വന്നത് ഒരു സൺറൂഫിന്റെ സ്വിച്ച് സൺറൂഫിന്റെ ഒരു സ്റ്റിക്കർ ഞാൻ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ അബ്ജോ എന്നുള്ളത് നമ്മുടെ പേര്, നമ്മുടെ ഒട്ടുമിക്ക വണ്ടിക്കും ആ പേര് ഞാൻ അടിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ വണ്ടിയുടെ ഷേപ്പ് അങ്ങോട്ട് മാറി, അലോയും കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ എല്ലാ വണ്ടിയുടെ ലുക്ക് അങ്ങോട്ട് മാറും. ഒരു മോഹ വണ്ടി എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. നമുക്ക് എല്ലാവർക്കും ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. നമുക്ക് വണ്ടി ഏതാണെന്നുള്ളതല്ല, വണ്ടിപ്രാന്തന് വണ്ടി കിട്ടിയ നല്ല രീതിയിലാക്കാന്നുള്ളതാണ് ഒരു വണ്ടി മോഹികളുടെയും ആഗ്രഹം. അപ്പം മച്ചാമാരെ 2016 മോഡൽ സെക്കൻഡ് ഓണർ, 1,16,000 കിലോമീറ്റർ ഓടിയ വണ്ടി. അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. ഇനിയിപ്പോൾ ഏതായാലും നമുക്ക് അതിൻ്റെ റണ്ണിങ് കണ്ടീഷൻ എങ്ങനെയുണ്ട് നോക്കാം. പിന്നെ നമുക്ക് ജസ്റ്റ് എൻ്റെ എഞ്ചിൻ ഭാഗം എങ്ങനെയുണ്ട് നോക്കാം. എഞ്ചിൻ സ്പെഷ്യൽ എടുത്ത് പറയേണ്ട ആവശ്യമില്ല, പക്കയാണ്. അപ്പം എഞ്ചിൻ ബോണറ്റ് പൊക്കണത് ഇവിടെ തന്നെയാണ്. പിന്നെ ഫ്യൂവൽ ഇതിൻ്റെ സ്വിച്ചാണ്, ജസ്റ്റ് ഒന്ന് ഞെക്കിയാൽ മതി, അവിടെ കത്തും. പിന്നെ ഇതൊക്കെ DRL ഓൺ ഓഫ്, ഓട്ടോ വൈപ്പർ, ഓട്ടോ ഫോഗ് കാര്യങ്ങളെല്ലാം ഉണ്ട്, ഓട്ടോ ലൈറ്റ് എല്ലാം ഉണ്ട്, പക്ക പെർഫെക്റ്റ് ആയിട്ടുള്ള. പിന്നെ ഇതിനകത്തൊരു AC ഉണ്ട് കേട്ടോ, ചെറിയൊരു ഫ്രീസറാണ്. ബിയറൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ തണുപ്പിക്കുക. പിന്നെ കൂൾ ഡ്രിങ്ക്സ് ഒക്കെ ആണെങ്കിലും തണുപ്പിക്കുക. ടിൻ കൂൾ ഡ്രിങ്ക്സ്, ടിൻ ബിയറൊക്കെ നല്ല രീതിയിൽ തണുപ്പിക്കാൻ പറ്റും കേട്ടോ. പിന്നെ നമുക്ക് ഏതായാലും ഇനി എഞ്ചിനൊന്ന് നോക്കാം. എഞ്ചിൻ ഞാൻ സ്പെഷ്യലി എടുത്ത് കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. 2016 വണ്ടി അനങ്ങിയിട്ടില്ല. പുതുപുത്തൻ ബാറ്ററി കാര്യങ്ങളൊക്കെ അടങ്ങുന്നുണ്ട്. ഈ ഒരു കവറ് ഇതിനകത്ത് എല്ലാ വണ്ടിക്കും ഉണ്ടാവും. യമഹവാക്ക് എന്നുണ്ടെങ്കിൽ കവറില്ലേ, ഇത് പൊക്കി കഴിഞ്ഞാലാണ് കാണാൻ പറ്റുന്നത്. ഇത് പൊക്കാൻ പറ്റും, അതായത് ഞാൻ ഇപ്പോൾ പൊക്കാനുള്ള എല്ലാം ഓക്കെയാണ് വണ്ടി. അപ്പോൾ ഏതായാലും താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുക കേട്ടോ. നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റാവുന്ന വണ്ടിയാണ് നമ്മുടെ XUV 500. അപ്പോൾ ജസ്റ്റ് ഇനി അതിൻ്റെ ഒരു റണ്ണിങ് കൂടി കണ്ടിട്ട് നമുക്കിത് വൈൻഡപ്പ് ചെയ്യാം. പിന്നെ ഇതും ഡീക്രോം ചെയ്താണ് ഈ ഒരു പിടി, ഇത് വേറെ കളറായിരിക്കും. പിന്നെ ബാക്കിലേക്ക് വരുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഈ ലൈറ്റ് ടൈപ്പ് 1-നും ടൈപ്പ് 2-നും സെയിം ആണ്. ബാക്ക് രണ്ട് വണ്ടിയും സെയിം ആയിട്ട് തോന്നും. ടൈപ്പ് 3-ക്കാണ് വേറൊരു ലൈറ്റ് വന്നത്, ഡിസൈൻ മാറും. പിന്നെ ഡീസൽ വണ്ടിയാണ്. നല്ല മൈലേജ് എന്ന് പറയുമ്പോൾ ഒരു 13, 14, 15. പിന്നെ അലോയ്ക്ക് ഇടുമ്പോൾ 12 കിട്ടുള്ളൂ. ലോങ് ഓടുമ്പോൾ നല്ല രീതിയിൽ മൈലേജ് കിട്ടും. വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള വണ്ടി തന്നെയാണ്. അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ 2016 വണ്ടി നമുക്ക് ഇനി ഒന്ന് ഓടിച്ച് നോക്കാം. ഓടിച്ച് നോക്കിയിട്ട് അതിൻ്റെ വിലവിവരം പറയാം മച്ചാമാരെ. അപ്പോൾ നമ്മുടെ XUV 500 ഒന്ന് ഓടിച്ചിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടെന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ റണ്ണിങ് വീഡിയോ എല്ലാത്തിലും ഉള്ളതാണ് കേട്ടോ. നമ്മുടെ എല്ലാ വാഹനങ്ങൾക്കും റണ്ണിങ് വീഡിയോ ഉണ്ട്. ഇപ്പോൾ ഇതെൻ്റെ സ്വന്തം വണ്ടിയാണ്, എന്നിരുന്നാലും നിങ്ങൾക്ക് ജസ്റ്റ് എൻ്റെ ഓട്ടം റണ്ണിങ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ ഉടനേക്ക് പിന്നെ സീറ്റ് ബെൽറ്റ് ഇടുക. അപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ AC ഒക്കെ നല്ല പക്ക കൂളിംഗ് ആണ്. പിന്നെ സ്പെഷ്യൽ എടുത്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ല, പക്ക ക്ലീൻ ആയിട്ടുള്ള വണ്ടി തന്നെയാണ്. അപ്പോൾ ഫസ്റ്റ് ഗിയർ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ സ്പെഷ്യൽ എടുത്ത് പറയേണ്ടത് റിവേഴ്സ് ഗിയർ ഇടുന്നത് അടിയിലൊരു ചെറിയൊരു ലിവർ ഉണ്ട്, അത് പിടിച്ച് പൊക്കിയിട്ട് ഫ്രണ്ടിലേക്ക് തള്ളാം, അത് തന്നെയാണ് റിവേഴ്സും വന്നത്. അപ്പോൾ ഏതായാലും ഫസ്റ്റ് ഇട്ടിട്ടുണ്ട്. പിന്നെ AC ഒക്കെ ഓണാണ്. AC ഒക്കെ നല്ല കൂളിംഗ് ആണ്, പക്ക കൂളിംഗ് ആണ്. ഏതായാലും നമുക്കൊന്ന് ഓടിച്ച് നോക്കാം. AC-യുടെ ഇപ്പൊ ഞാൻ ഫുള്ളിലിട്ട് അത് കുറച്ച്, ഫുള്ളിലിട്ടപ്പോൾ ചിലപ്പോൾ സൗണ്ട് മൈക്കിൽ കയറി പിടിക്കും, അതുകൊണ്ടാണ് ഞാൻ കുറച്ചത്. എന്നാലും
തണുപ്പിന് കുറവൊന്നുമില്ല കേട്ടോ, പക്ക കൂളിംഗ് ഉള്ള വണ്ടി തന്നെയാണ്. അപ്പൊ അത്യാവശ്യം നല്ല റോഡിലേക്ക് ഇറക്കിയും ചെറിയ സ്മോൾ റോഡ് കാര്യങ്ങളും മൊത്തം ഞാൻ കാണിച്ചു തരാം. എന്താന്ന് വെച്ചാൽ ഇത്ര നാൾ ഞാൻ ഓടിച്ച വണ്ടിയാണ് നമ്മുടെ XUV 500 ഈ ഒരു വാഹനം. അപ്പൊ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് എടുക്കാൻ വരുമ്പോ ഈ റണ്ണിങ് വീഡിയോ കൂടി കാണണം. അപ്പൊ അതുകൊണ്ടാണ് ഞാനിപ്പോ നമ്മുടെ എല്ലാ സിംഗിളായിട്ട് വീഡിയോ ചെയ്യുന്ന എല്ലാ വീഡിയോയിലും എല്ലാ വാഹനവും റണ്ണിങ് വീഡിയോ കാണിക്കുന്നുണ്ട്. അപ്പൊ ഏതായാലും നമുക്ക് ജസ്റ്റ് ഒരു റണ്ണിങ്ങും കൂടി നോക്കാം, എന്നിട്ട് വില വിവരവും മറ്റു കാര്യങ്ങളൊക്കെ പറയാം. അപ്പൊ മച്ചാമാരെ റണ്ണിങ്ങിനെ കുറിച്ച് ഈ ഒരു വാഹനം പറയുകയാണെങ്കിൽ യാത്രാസുഖം തന്നെയാണ്, കംഫോർട്ട് ഏറ്റവും ബെറ്റർ. എന്താ പറയാ, ഇതിന്റെ ഇരിപ്പുവശം കുഴപ്പമൊന്നുമില്ല, നല്ല ഹൈറ്റ് ഉണ്ട്, നല്ല സേഫ്റ്റിയാണ് വണ്ടി. പിന്നെ വാഹനം എപ്പോഴും യാത്ര ചെയ്യുമ്പോൾ സീറ്റ് ബെൽറ്റ് ഇടാം. അപ്പൊ ഇത് 2016 മോഡൽ, സെക്കൻഡ് ഓണർ, 1,10,000 കിലോമീറ്റർ, കമ്പനി സർവീസ് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ് 1,00,000. പിന്നെ പുതിയ ഇൻഷുറൻസ് ആണ്, ഇനി ഏതാണ്ട് അടുത്ത ഈ വർഷം ഒക്ടോബറിലൊക്കെ തീരുള്ളൂ, 24. പിന്നെ പൊല്യൂഷൻ കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. പിന്നെ സ്പെഷ്യലി എടുത്ത് പറയേണ്ടത് നല്ലൊരു ലക്ഷറി വണ്ടി തന്നെയാണ്. W6 ആണ് ഈ ഒരു വാഹനം. എന്നിരുന്നാലും അതിനകത്ത് W8 ആണ് നോർമലി ടോപ്പ് ആയിട്ട് വന്നത് ഈ ഒരു XUV-ക്കൊക്കെ. പിന്നെ W10 ഒക്കെ ഉണ്ട്, അതൊക്കെ ഏറ്റവും ടോപ്പ് ആണ്. 10-ൽ സൺറൂഫ്, ഓട്ടോമാറ്റിക്, അങ്ങനെ പല കാര്യങ്ങളും തന്നെ ഉണ്ട്. ഇപ്പൊ W6 ഇല്ലാത്തത് നമ്മുടെ എന്താ പറയാ, അലോയ് ഉണ്ടാവില്ല. പിന്നെ ഒരു സ്വിച്ച് ഉണ്ട് ട്രാൻസാക്ഷൻ, അതായത് സ്ലിപ്പിങ്ങിന്റെ ആ ഒരു സ്വിച്ചും ഇതിനകത്ത് ഉണ്ടാവില്ല. പക്ഷെ നമുക്ക് അത് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അലോയാണ് മസ്റ്റായിട്ട് വേണ്ടത്. അലോയും കൂടി വന്നാൽ ബെറ്റർ ആയിരിക്കും. പക്ഷെ ഞാൻ ആഫ്റ്റർ മാർക്കറ്റ് അലോയും പുതിയൊരു ടയറും കൂടി ഇട്ടപ്പോൾ വണ്ടിക്ക് ഒരുമാതിരി ലുക്കായി. അപ്പൊ അതുകൊണ്ട് W8 W6 എന്നുള്ള പ്രശ്നമില്ല. പിന്നെ സ്പെഷ്യൽ എടുത്ത് പറയേണ്ടത് റണ്ണിങ് കണ്ടീഷൻ, നമുക്ക് ഇഷ്ടമുള്ള പൊസിഷൻ എങ്ങനെ വേണമെങ്കിലൊക്കെ ഓടിക്കാം. പിന്നെ നല്ല കൂളായിട്ടുള്ള AC, പിന്നെ സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ വളരെ പക്കയാണ്. അപ്പൊ ഞാനിപ്പോ സോങ് പാട്ടൊന്നും വെക്കണില്ല, കോപ്പിറൈറ്റിന്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ്. പിന്നെ സ്റ്റിയറിംഗ് കൺട്രോൾ സ്വിച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇരുന്ന് യാത്ര പോകാൻ വളരെ ബെറ്റർ, പക്ക പെർഫെക്റ്റ് ആയിട്ടുള്ള വണ്ടിയാണ്. എന്തോരം ദൂരം വേണമെങ്കിലും ഒരു മടിയും കൂടാണ്ട് ഒരു ക്ഷീണവും ഇല്ലാണ്ട് യാത്ര ചെയ്യാൻ പറ്റും. ഏകദേശം എനിക്കാണ്, ഞാൻ ചെന്നൈ പോയിട്ടുണ്ട്, വേളാങ്കണ്ണി, കൊടൈക്കനാൽ, ഊട്ടി എല്ലാം ഈ ഒരു വാഹനത്തിനായിരുന്നു. എൻ്റെ യൂട്യൂബ് പരമായ പ്രൊമോഷൻ കാര്യങ്ങളും വീഡിയോ പിടിക്കാനൊക്കെ ഞാൻ യൂസ് ചെയ്യാൻ പോയി സഞ്ചരിച്ചിരുന്ന വാഹനം ഈ ഒരു XUV 500 ആയിരുന്നു. അതിന് മുന്നേ എനിക്ക് ചെറുവണ്ടിയൊക്കെ ആയിരുന്നു, സ്വിഫ്റ്റ് അങ്ങനത്തെ വണ്ടികളൊക്കെ ആയിരുന്നു. പിന്നെ അടുത്ത ഒരു സ്പെഷ്യലി ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോം കാണുമ്പോൾ തന്നെ ഒരു വളരെ ലുക്കായിട്ടുള്ളതാണ്. പിന്നെ എല്ലാ കൺട്രോൾസും അടുത്ത് തന്നെയാണ്. പിന്നെ ഒരുപാട് ശരീരം ടയേർഡാവേ അങ്ങനെ ബോഡിക്ക് ഒരുപാട് പ്രശ്നമൊന്നുമില്ല. വളരെ കൂളായിട്ട് തന്നെ നോർമൽ റൈഡ് ആയാലും പിന്നെ ലോങ് ഡ്രൈവിനൊക്കെ ബെറ്റർ വണ്ടിയാണ് നമ്മുടെ XUV 500. പിന്നെ 7 പേർക്ക് ഈസി ആയിട്ട് സഞ്ചരിക്കാൻ പറ്റും. 7 അല്ല 8 പേർക്കൊക്കെ വളരെ പക്കയായിട്ട് നല്ല രീതിയിൽ എവിടെയും ടൂറൊക്കെ പോകാൻ സഞ്ചരിക്കാൻ പറ്റാവുന്ന വണ്ടിയാണ് നമ്മുടെ XUV 500. പിന്നെ മഹീന്ദ്രയുടെ വണ്ടിയാണ്, ഇന്ത്യൻ വാഹനമാണ്. അപ്പൊ ചിലവർക്ക് എടുക്കാൻ മടിയൊക്കെ ഉണ്ടാവും. ഞാനും ഇത് ആദ്യം എങ്ങനെയാണെന്ന് എനിക്ക് അത്ര ഇതുണ്ടായില്ല, കംഫർട്ട് ആവോ എന്നുള്ള കാര്യം എനിക്ക് അത്ര ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ എടുത്ത് ഓടിച്ച് നോക്കിയപ്പോഴാണ് ഇതിന്റെ ഒരു പവറും പെർഫോമൻസും ഇതിന്റെ ആ ഒരു ഇരിപ്പും കംഫർട്ടൊക്കെ എനിക്ക് മനസ്സിലായത്. അപ്പൊ അതുകൊണ്ട് ഞാൻ കുറെ നാൾ യൂസ് ചെയ്ത് കൊടുക്കാണ്ട് വെച്ച വണ്ടിയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ വേറൊരു അപ്ഗ്രേഷന് വേണ്ടി ഞാൻ കൊടുക്കുകയാണ്. അപ്പൊ മച്ചാമാരെ ഏതായാലും ഇതിന്റെ ബാക്കി വിലവിവരവും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പരമാവധി ഇത് എല്ലാവരിലേക്കും എത്തിക്കുക. അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ വിലവിവരം നോക്കാം. മച്ചാമാരെ അപ്പൊ നമ്മുടെ XUV 500 ഓടിച്ചു നോക്കി, റണ്ണിങ്, അതുപോലെ തന്നെ എഞ്ചിൻ ഭാഗം, ഇന്റീരിയർ, ഔട്ട് സൈഡ്, മൊത്തത്തില് 4 സൈഡും എല്ലാം കണ്ടു കഴിഞ്ഞ്. അപ്പൊ ഞാൻ പൊന്നുപോലെ ഉപയോഗിച്ച എൻ്റെ സ്വന്തം വണ്ടിയാണ്. എന്നിരുന്നാലും ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തന്നാണ്. ഇതിന് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ അലോയി കാര്യങ്ങളൊക്കെ ഡീക്രോം ഒക്കെ ചെയ്തിട്ട് ഒന്നും ഒരു വീഡിയോ കാര്യങ്ങളൊന്നും ഇട്ടില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ സ്പെഷ്യലി ഈ ഒരു വീഡിയോ ഇടുന്നത്. അപ്പൊ മച്ചാമാരെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പരമാവധി എല്ലാവരിലേക്ക് എത്തിക്കുക. അപ്പൊ ഇതിന്റെ റേറ്റ് വെയിറ്റിംഗ് ആണ് എല്ലാവരും. അപ്പൊ ഇതൊരു നല്ലൊരു ഓഫർ പ്രൈസിന് നമുക്ക് കൊടുക്കാൻ പറ്റും. 2016 മോഡൽ, സെക്കൻഡ് ഓണർ, 1,10,000 കിലോമീറ്റർ ഓടിയ വണ്ടി, ഡീസൽ വണ്ടി, ലക്ഷറി ലൈനാണ്, സെക്കൻഡ് ടൈപ്പാണ്, ടൈപ്പ് 2. അപ്പൊ ചോദിക്കുന്ന പ്രൈസ് 8 ലക്ഷം രൂപയാണ്. നല്ല രീതിയിൽ നെഗോഷ്യബിൾ ഉണ്ടാവും, ഈസി ആയിട്ട് ഫൈനാൻസ് ചെയ്യാൻ പറ്റും. ഫൈനാൻസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ട് പോര്. ഏകദേശം കയ്യിലൊരു 1 രൂപ, 1.5, 2, 1 ലക്ഷം രൂപയിൽ നമുക്ക് ഫൈനാൻസ് ചെയ്ത് തരാം. അപ്പോൾ 1 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വണ്ടി കൊണ്ടുപോകാം. ഫൈനാൻസ് ഏതാണ്ട് ഒരു 15 രൂപ, 18, 19 അത്രയൊക്കെ വരുള്ളൂ മാസം അടവ്.
അപ്പോൾ ബിസിനസ്മാൻമാർക്കൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ പറ്റാവുന്ന എടുത്ത് യൂസ് ചെയ്യാൻ പറ്റാവുന്ന വണ്ടിയാണ്. പിന്നെ ഒരു നല്ലൊരു ഹെവി മോഡിഫൈഡ് ചെയ്ത നല്ല കിടിലൻ വണ്ടിയാണ് നമ്മുടെ XUV 500. അപ്പോൾ മച്ചാന്മാരെ 2016 മോഡല് സെക്കൻഡ് ഓണർ വണ്ടി, എൻ്റെ സ്വന്തം വണ്ടി. അപ്പോൾ താല്പര്യമുള്ളവർ നേരെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ കോൺടാക്ട് നമ്പർ കാര്യങ്ങളൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് വന്നവന് നേരെ കയറ്റി വിടും കേട്ടോ. ഞാൻ ആ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായി ഈ ഒരു വീഡിയോനെ കുറിച്ച്. അപ്പോൾ എല്ലാവരും കമൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരു ജസ്റ്റ് ഒരു റീലായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ ഒരു യൂസർ റിവ്യൂ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കൊടുക്കുന്നത് പിന്നെ ഇട്ടത്. അപ്പോൾ ഫസ്റ്റ് വന്നവർക്ക് ഞാൻ ഇത് വണ്ടി കൊടുക്കും. ഒരുപാട് കാത്തിരിക്കൊന്നുമില്ല. ഇനിയിപ്പോൾ ഏതായാലും കൊടുത്തതിന് ശേഷം നല്ലൊരു കിടിലൻ സാധനം വേറെയും വന്നുണ്ട്. അപ്പോൾ പരമാവധി ഇത് എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. അപ്പോൾ നല്ലൊരു കിടിലൻ മോഹവണ്ടിയാണ് നമ്മുടെ XUV 500. അപ്പോൾ എല്ലാവർക്കും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനൽ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.